ما برجع الا منتصر بالمعركه الى ابو جبريل بتجندنا عرب العباد. കഴിഞ്ഞ ദിവസം ലഭിച്ച മഴയോടുകൂടി സലാലയിലെ വെള്ളച്ചാട്ടങ്ങളും സജീവമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഐന് അസൂമിലാണ്. ഇവിടെ വളരെ സജീവമായ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അതുപോലെ സമീപമുള്ള ഐന് തബർക്ക്, ഐന് ഹൂത്ത, അതുപോലെ എല്ലാ ഐനുകളും വളരെ സജീവമായിട്ടുണ്ട്. ഈ ഐനുകളിലെല്ലാം സഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ്. അസ്ഥിര കാലാവസ്ഥ കാരണം വെള്ളച്ചാട്ടങ്ങൾ ആരംഭിക്കാൻ കുറച്ച് വൈകിയെങ്കിലും സലാല ഇപ്പോൾ അതിൻ്റെ ഫുൾ സ്വിങ്ങിലാണെന്ന് പറയാം. തീർച്ചയായിട്ടും ഈ വർഷം മറ്റുള്ള വർഷങ്ങളെക്കാൾ ജനങ്ങൾ കൂടുതലാണ്, കുറവില്ല. പക്ഷേ എന്നാലും നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു 10 ദിവസം മഴ ഒരു ശകലം കുറഞ്ഞിരുന്നു. അതിൻ്റെ കൂടി കൂട്ടിയിട്ട് വരും ദിവസങ്ങളിൽ നല്ല മഴയായിരുന്നു. പിന്നെ പല ഉറവകളും വെള്ളച്ചാട്ടങ്ങളും ഈ പ്രാവശ്യം ആദ്യമേ ഉണ്ടായില്ല. ഇടഭാഗം കൊണ്ട് അത് എല്ലാം സജീവമായിരുന്നു. സലാലയെ അതിൻ്റെ മുഴുവൻ ഭംഗിയോടും കൂടി ആസ്വദിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ വരേണ്ട സമയം ഇതാണ്. തെങ്ങിൻ തോട്ടങ്ങളും മഴയും കോടമഞ്ഞും പച്ചപിരിച്ച മലനിരകളും വെള്ളച്ചാട്ടങ്ങളും പൂക്കൾ നിറഞ്ഞ ചെടികളും വാദി ദർബാത്തിലെ അതിമനോഹര കാഴ്ചകളും എല്ലാം കൊണ്ടും വമ്പൻ വൈബിലാണ് ഇപ്പോൾ സലാലയിൽ ഞാനിപ്പോൾ 3-ാമത്തെ തവണയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ കേട്ടിട്ടുണ്ട്, വീഡിയോകൾ കണ്ടിട്ടുണ്ട്, കാണണമെന്ന് ഒരു വിഷ് ലിസ്റ്റിലുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ പറയില്ലേ, നമ്മൾ കേട്ടതിനേക്കാളും കണ്ടതിനേക്കാളും അതിമനോഹരം. അതാണ് സലാല. അടിപൊളി. സെപ്റ്റംബർ 21 വരെയാണ് ഖരീഫ് കാലം ഉണ്ടാവുക. പിന്നെ വസന്തകാലം ആരംഭിക്കും, പൂക്കലിൻ്റെയും പുഷ്പിക്കലിൻ്റെയും കാലം. ഈ സീസണിൽ 8 ലക്ഷം സഞ്ചാരികൾ ഇതിനകം എത്തിക്കഴിഞ്ഞു. സലാലയെ അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തോടെ ആസ്വദിക്കാൻ ഈ വരുന്ന ഓണം നബിദിന അവധിക്ക് കൂടുതൽ പേർ ഇനിയും എത്തുമെന്നാണ് കരുതുന്നത്. ഖരീഫ് സീസൺ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴും സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുകയാണ്. എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം കെ. സലാഹുദ്ദീൻ, മീഡിയ 1, സലാല.